അൻസാരി ഏനാത്ത്. അദ്ദേഹം സംസ്ഥാന സമിതി അംഗമാണ് SDP-യുടെ. ശ്രീ അൻസാരി ഏനാത്ത്, എന്തുകൊണ്ടാണ് UDF-ന് പിന്തുണ കൊടുക്കുവാനുള്ള തീരുമാനം വന്നത്? എന്തുകൊണ്ട് LDF-നെ തഴഞ്ഞു? ഇത് ഏകപക്ഷീയമായി നിങ്ങൾ തീരുമാനിച്ചതാണോ, അതോ എന്തെങ്കിലും രീതിയിലുള്ള കൂടിയാലോചനകൾ UDF-ന് നേതാക്കളുമായി നടത്തിയോ? താങ്കൾക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പറയുക. SDP സംബന്ധിച്ചിടത്തോളം ആരുടെയും ചർച്ചയുടെയോ അല്ലെങ്കിൽ ധാരണയുടെയോ ഉണ്ടായ ഒരു നീക്കുപോക്കായിരുന്നില്ല. ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യം കൃത്യമായി വിലയിരുത്തുകയും രാജ്യത്തിന്റെ അധികാരത്തിൽ നിന്ന് BJP-യെ മാറ്റുക എന്ന ഉദ്ദേശത്തോടുകൂടി രൂപീകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ്, ആ കോൺഗ്രസ് UDF-ന്റെ ഒപ്പമാണ്, UDF-ന്റെ ഭാഗമാണ് എന്നുള്ളത് കൊണ്ടാണ് കേരളത്തിൽ നമ്മൾ അത്തരമൊരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. ദേശീയ രാഷ്ട്രീയമാണ് ഈ ലോക്സഭാ മണ്ഡലത്തിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ മുൻഗണന കൊടുക്കുന്നത് കൊണ്ട് തന്നെ ദേശീയ രാഷ്ട്രീയത്തിന്റെ പ്രസക്തി മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പിന്തുണയാണ് ഇപ്പോൾ UDF-ന് നമ്മൾ നൽകിയിട്ടുള്ളത്. അല്ല, അങ്ങനെ വരുമ്പോൾ ഈ UDF-ന് പിന്തുണ നൽകുമ്പോൾ ചില മണ്ഡലങ്ങളിലെങ്കിലും അവിടെ BJP-ക്ക് ജയസാധ്യത വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? UDF-ന് തന്നെ നിങ്ങൾ പിന്തുണ കൊടുക്കുമോ? SDP സംബന്ധിച്ചിടത്തോളം ഏത് രാഷ്ട്രീയ പാർട്ടിയെ പോലുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അവിടെ BJP ജയസാധ്യത കണ്ട് വേറൊരിടത്ത് നിൽക്കുന്നു, അല്ലെങ്കിൽ BJP തോൽപ്പിക്കേണ്ട ഉത്തരവാദിത്വം SDP-ക്ക് മാത്രമല്ല. അങ്ങനെ ഇരു മുന്നണികൾക്കും ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ രണ്ടുപേരും ഈ പറയുന്ന ഇന്ത്യ മുന്നണിയുടെ ഭാഗമായതുകൊണ്ട് തൃശ്ശൂർ ഇപ്പൊ ജയസാധ്യത ഉണ്ടെങ്കിൽ അവിടെ എന്തുകൊണ്ട് അവർ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല? അവര് വയനാട് വേറൊരു സ്ഥാനാർത്ഥിയെ എന്തുകൊണ്ട് നിർത്തുന്നു? ഇതൊക്കെ മറ്റൊരു ചോദ്യമാണ്. ഇപ്പം BJP-യെ പരാജയപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം SDP-ക്ക് മാത്രമല്ല, അത് എല്ലാ പാർട്ടികൾക്കും ഉണ്ട്. എല്ലാവരും BJP-യുടെ കീഴിൽ ഒരേപോലെ ദുരിതം അനുഭവിക്കുന്നവരാണ്. 2021 പക്ഷേ നിങ്ങൾ കൂടുതലും LDF-നല്ലേ സപ്പോർട്ട് ചെയ്ത് എന്ന് VD സതീശൻ പറയുന്നുണ്ടായിരുന്നു. അത് നമ്മൾ ഇതുവരെയും LDF-ന് പിന്തുണച്ച ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, UDF-നും പിന്തുണച്ച ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ രാഷ്ട്രീയ കാലത്ത് LDF നമ്മുടെ രാഷ്ട്രീയ ശത്രുവായി BJP അല്ലാതെ CPM-ഓ കോൺഗ്രസോ അല്ലെങ്കിൽ LDF-ഓ UDF-ഓ നമ്മുടെ ഒരു രാഷ്ട്രീയ ശത്രുവല്ല, രാഷ്ട്രീയ എതിരാളികൾ മാത്രമാണ്. നാളെ LDF-ന് പിന്തുണ കൊടുക്കുന്നതിന് യാതൊരു തടസ്സവും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ആ സമയത്ത് LDF ആണ് മുൻഗണന നൽകേണ്ട എന്ന് തോന്നുന്നെങ്കിൽ ആ സമയത്ത് ഒരു ചർച്ചയും കൂടാതെ നിരുപാധിക പിന്തുണ കൊടുക്കാൻ പാർട്ടിക്ക് മറ്റു തടസ്സങ്ങളില്ല. പക്ഷേ ശ്രീ അൻസാരി, താങ്കൾ തുടക്കത്തിൽ പറഞ്ഞു ഒരു തരത്തിലുള്ള കൂടിയാലോചനകളും ആരുമായിട്ടും നടത്തിയിട്ടില്ല എന്ന്. അങ്ങനെ ഒരു നിരുപാധിക പിന്തുണ ഇങ്ങനെ ഇത്രയും ദിവസങ്ങൾക്ക് മുൻപ് തന്നെ കൊടുക്കുന്നത് വഴി അത് ഒരുപക്ഷെ UDF-ന് തന്നെ ദോഷകരമായി മാറും. UDF-ന് വോട്ട് ചെയ്യാൻ നിൽക്കുന്ന ആളുകളെ ചിലപ്പോൾ ഇപ്പോൾ മറ്റു സമുദായങ്ങളിലുള്ള ആളുകൾ അവർക്ക് ചിലപ്പോൾ ഇതിലൊരു സംശയം തോന്നാം, അതുകൊണ്ട് UDF-നെതിരായി വരും. അങ്ങനെയുള്ള ചിന്തയൊന്നും നിങ്ങളെ അലട്ടുന്നില്ലേ? ഇത് സാധാരണയായിട്ട് ഈ തുറന്നു പറഞ്ഞുകൊണ്ടുള്ള ഒരു വോട്ട് ചെയ്യൽ നിങ്ങൾക്ക് ഉണ്ടാകാറില്ലല്ലോ. ഇപ്പോൾ പരസ്യമായ പിന്തുണ ഇത്രയും ദിവസങ്ങൾക്ക് മുമ്പ് കൊടുക്കുന്നത് കൊണ്ട് ചോദിക്കുന്നതാണ്. അല്ല, SDP-യെ സംബന്ധിച്ചിടത്തോളം പിന്തുണ കൊടുക്കുമ്പോൾ മറ്റൊന്നും ആലോചിക്കേണ്ടതില്ല. കാരണം SDP ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ പാർട്ടിയല്ല. ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം 18 വയസ്സ് പൂർത്തിയായ ഏതൊരു ഇന്ത്യൻ പൗരനും ഇന്ത്യൻ ഭരണഘടനയും പാർട്ടി ഭരണഘടനയും അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പാർട്ടി അംഗത്വം കൊടുക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. പാർട്ടി ഏതെങ്കിലും അർത്ഥത്തിൽ ഇവിടെ ഭീകര പ്രസ്ഥാനമായിട്ട് എന്തെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഭീകര പ്രവർത്തനം നടത്തിയിട്ടില്ല, അക്രമങ്ങൾ നടത്തിയിട്ടില്ല. അതുകൊണ്ട് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പിന്തുണ കൊടുക്കുന്നത് ഏത് മുന്നണിക്കാണോ കൊടുക്കുന്നത് ആ മുന്നണിക്ക് ഗുണകരമാവുകയുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഒരു നാൾ വഴികൾ നോക്കൂ. 2014 14 മണ്ഡലങ്ങളിൽ 10,000-ലധികം വോട്ട് വാങ്ങിയിരുന്നതാണ്. ആ മറ്റു മണ്ഡലങ്ങളിലൊക്കെ തന്നെയും ഏതാണ്ട് എത്രയോ മുന്നിലായിരുന്നു പാർട്ടിയുടെ വോട്ടിംഗ്. നിങ്ങളത് വിശകലനം ചെയ്യുന്നുണ്ടല്ലോ മാധ്യമപ്രവർത്തകർ. പക്ഷെ 2019 വന്നപ്പോൾ അങ്ങനെ ആയിരുന്നില്ല അല്ലെ? 2019 കുറഞ്ഞു. 2019 ആകെ മലപ്പുറത്തും പൊന്നാനിയിലും പിന്നെ പത്തനംതിട്ടയിലും അല്ലെ? പത്തനംതിട്ടയിൽ വന്നില്ല, മലപ്പുറത്തും പൊന്നാനിയിലും മാത്രമേ നിങ്ങൾക്ക് 10,000-ന് മുകളിൽ വോട്ടുകൾ നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം 19 സീറ്റും UDF-ന് പോകുന്ന, LDF-ന് ഒരെണ്ണം മാത്രം കിട്ടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമായിരുന്നു. അന്ന് BJP കോൺഗ്രസ് അധികാരത്തിലേറും എന്ന ഏറെ പ്രതീക്ഷയിലായിരുന്നു രാജ്യത്തെ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ച്. അതിന്റെ ഒരു പോരായ്മ ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ 2014 ഈ പറയുന്ന വോട്ട് നേടുന്ന സമയത്ത് പാർട്ടി 14 മണ്ഡലത്തിൽ 10,000-ലധികം വോട്ട് നേടുന്ന ആ ഘട്ടത്തിൽ പാർട്ടിക്ക് 47 പ്രതിനിധികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഈ 2019 അല്ലെങ്കിൽ ഇപ്പോൾ 103 ജനപ്രതിനിധികളുണ്ട് പാർട്ടിക്ക്. ജില്ലാ കോർപ്പറേഷനിൽ ഒരു കോർപ്പറേഷൻ നമ്മൾ ഉണ്ട്, അതുപോലെ തന്നെ ഒരു ബ്ലോക്ക് നമ്മളുണ്ട്. എന്ന് പറയുമ്പോൾ ജനകീയ അടിത്തറ പാർട്ടിക്ക് ഇപ്പോഴാണ് വർദ്ധിച്ചിട്ടുള്ളത്. ഈ 2019 ഇലക്ഷൻ കാണേണ്ടതില്ല. കാരണം അത് ഒരു പ്രത്യേക ഒരു കാര്യം കൂടി, അങ്ങനെയാണെങ്കിൽ അടുത്ത തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഒരു പിന്തുണ
കോൺഗ്രസിൽ നിന്നും UDF-ൽ നിന്നും നിങ്ങൾ തിരിച്ചു പ്രതീക്ഷിക്കുന്നുണ്ടോ? അങ്ങനെ അതല്ലാതെ ഒന്നും കാണാതെ നിങ്ങൾ കയറി കോൺഗ്രസിനും UDF-നും പിന്തുണ നൽകുകയില്ലല്ലോ. ഈ പിന്തുണയുമായി ബന്ധപ്പെട്ട് നമ്മൾ യാതൊരു ചർച്ചയുടെ അല്ലെങ്കിൽ അത്തരം പ്രതീക്ഷകളുടെ അടിസ്ഥാനത്തിലല്ല കൊടുത്തിരിക്കുന്നത്. പക്ഷെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വരുന്ന ആളുകളിൽ LDF എന്നോ UDF എന്നോ വ്യത്യാസമില്ലാതെ പാർട്ടിയുടെ പിന്തുണ തേടി ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അധികാരത്തിലേറും. അത് SCP അധികാരത്തിലേറും, UDF-ഉം LDF-ഉം അധികാരത്തിലേറും എന്ന പ്രതീക്ഷ തന്നെയാണ്. കാര്യം പാർട്ടി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് മറച്ചു വെക്കാൻ കഴിയില്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പുകമറ പറഞ്ഞ് മറച്ചു വെക്കാൻ കഴിയുന്ന ഒന്നല്ല. കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി. ശരി അൻസാരി, മറ്റൊരു കാര്യം കൂടി, നിങ്ങൾ ഈ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, അഭ്യൂഹങ്ങൾ പരക്കുന്നത് അങ്ങനെയല്ല കേട്ടോ. നിങ്ങൾ ഇങ്ങനെ വെറുതെ കയറി പിന്തുണ നൽകിയതൊന്നുമല്ല. ആർക്കും പിന്തുണ കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറായിരുന്നു. പക്ഷേ അതിൽ കൂടുതൽ ഉറപ്പുകളും ചർച്ച മുന്നോട്ട് പോയതും UDF-ൽ നിന്നാണ്. അതുകൊണ്ട് അത്തരം ഒരു പിന്തുണ നിങ്ങൾ UDF-ന് വാഗ്ദാനം ചെയ്തു എന്ന് വെച്ച് LDF-നോട് നിങ്ങൾ നോ എന്ന് പറയുവാൻ ആഗ്രഹിച്ചിരുന്നില്ല. അതല്ലേ ശരി? താങ്കൾ സമ്മതിച്ചില്ല എങ്കിൽ പോലും. നിലവിലെ രാഷ്ട്രീയ സാഹചര്യമാണ് നമ്മൾ നോക്കി. നമ്മുടെ സ്റ്റേറ്റ് കമ്മിറ്റി പലവട്ടവും ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു. സെക്രട്ടേറിയറ്റ് പ്രത്യേകം വിളിച്ചിരുന്നു, SWC വിളിച്ചിരുന്നു, ജില്ലാ ഭാരവാഹികളുടെ മീറ്റിംഗ് വിളിച്ചിരുന്നു. ഇതിലൊക്കെയും വിശകലനം നടത്തി നമ്മൾ വളരെ വിശാലമായ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇപ്പോ ഏകദേശം രാജ്യത്തെ ഏറ്റവും കൂടുതൽ BJP-യുമായി മത്സരത്തിൽ നിൽക്കുന്നത് കോൺഗ്രസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്ത് കോൺഗ്രസിനാണ് കൂടുതൽ, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ ജയിച്ചു വരുന്നതാണ് ഇപ്പോഴത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഗുണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ കോൺഗ്രസിനെ പിന്തുണച്ചത് അല്ലെങ്കിൽ UDF-നെ പിന്തുണച്ചത്.